എംപുരാനേ, എംപുരാനേ. ചേച്ചി ആരാണ് ചേച്ചി ബാത്റൂമിൽ കിടന്ന് കലറണത്? ഇതിന്റെ റെക്കോർഡിംഗ് എന്ന് നടന്ന എംപുരാന്റെ 6 months ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇത്ര നാള് മിണ്ടാതെ എങ്ങനെ ഇരുന്നു? വോയിസ് റഫാക്കി വെക്കാൻ എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തില്ല. എന്റെ തൊണ്ട ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കേട്ടിരുന്നോ? ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ പാടുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ ബോൺ ജോവി സോങ്സ് അങ്ങനെ. അപ്പൊ അതെല്ലാം റോക്കാണ്. അപ്പൊ ഞാൻ അത് ഇപ്പൊ ശരിക്കും ദീപക്കേട്ടൻ ഇസ് ലൈക്ക് മൈ എംപുരാൻ. ഓ മൈ ഗോഡ്, ട്രൂ ദാറ്റ്. വേറൊരു കമന്റ് ഞാൻ കണ്ടതാണ്, ഉഷാ ഉതുപ്പിന് ശേഷം ഒരു മെയിൽ ടോൺ ആഗ്രഹിച്ചിരുന്നു. യെസ് യെസ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ നിനക്ക് ഒരു ദിവസം ഒരു സാധനം തരും, അതിന് നീ എപ്പോഴാണെന്ന് വെച്ചാൽ റെഡി ആയിട്ടിരുന്നോ. എപ്പോഴെങ്കിലും ഒരു കോള് വരുന്നുള്ളതിന്റെ അടുത്ത് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. മാക്കാൻ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട് ദീപക്കേട്ടന് രാജു സാറിനെ കൺവിൻസ് ചെയ്യാനായിട്ട്. കേൾക്കാൻ പറ്റും ഞങ്ങൾക്ക് മാക്കാൻ? മാക്കാൻ യൂട്യൂബിലുണ്ട് ആക്ച്വലി. അങ്ങനെ കേൾക്കാനാണ്. എന്റെ ലാലേട്ടനെ നമ്മൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, ഒരു മാസമായിട്ടുള്ള ഒരു സാധനം. അത് ലാൽ സാറിന്റെ പ്രസൻസ് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എ ജീനിയസ് പൃഥ്വിരാജ് ഇസ്. കാരണം അത്രയും ഹെവി ആയിട്ടാണ് സംഭവം എടുത്ത് വെച്ചേക്കുന്നത്. കാടാറും താണ്ടിടാം, വാനം മീതെ പാറിടാം, കടലേഴും നീന്തിടാം, ഭൂതത്താനായി മാറിടാം. എംപുരാന്റെ ട്രെയിലറിൽ കൃത്യം 1 minute 27 സെക്കൻഡിൽ ഒരു കില്ലർ വോയിസ് ഉണ്ട്. ആ കില്ലർ വോയിസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ലാലേട്ടന്റെ മാസ് എൻട്രി. ദ വോയിസ് ബിഹൈൻഡ് ദ കില്ലർ വോയിസ്, മിസ്റ്റർ ആനന്ദ് ശ്രീരാജ്. വെൽക്കം ടു ക്ലബ് FM. Thank you so much. എന്നാ വോയിസ് ആയിരുന്നു ഇത്? Thank you so much. ആ ട്രെയിലർ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ കോരിത്തെരപ്പ് ഉണ്ടായത് ഹോൾ കോരിത്തെരപ്പാണ്. അതിന്റെ ഇടയ്ക്കൂടെ ആനന്ദിന്റെ വോയിസ് ഒരു എക്സ്ട്രാ കോരിത്തെരപ്പാണ്. നമ്മൾ ലാലേട്ടന്റെ എൻട്രിക്ക് ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നു? താങ്കളുടെ വോയിസ്, ലാലേട്ടന്റെ എൻട്രി. ഞാൻ ആക്ച്വലി ട്രെയിലറിൽ എന്റെ വോയിസ് ഉണ്ടെന്ന് അറിയണത് തന്നെ രാവിലെയാണ്. എനിക്കറിയില്ലായിരുന്നു ലൈക് ട്രെയിലറിൽ വോയിസ് വരുന്നുള്ള സംഭവം അറിയത്തില്ലായിരുന്നു. പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായി, ബട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയും കൂടി ഇതിൽ വരുന്നുള്ളത് ഐ ഹാഡ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ രാവിലെ എണീറ്റ് മൈ ഇൻസ്റ്റാഗ്രാം വാസ് മൊത്തം നിറഞ്ഞ് ഇരിക്കണ്. വാട്സാപ്പിലെല്ലാം കുറെ കോളെല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ എടുത്തു നോക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്ന സാധനം ഞാൻ കണ്ടു. ആനന്ദ് ഇങ്ങനെ സ്റ്റേറ്റസ് ഇട്ടോണ്ടേ ഇരിക്കുകയാണ്. കാര്യം കൈ തളർന്നോ? സ്റ്റേറ്റസ് ഇട്ട് കൈ തളർന്ന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഭയങ്കര ഹാപ്പിയുണ്ട്. കാരണം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നു, ആൾക്കാർ നമുക്ക് വേണ്ടി എഫേർട്ട് ഇട്ട് ഇതൊരു സ്റ്റോറി ആക്കുന്നു എന്നൊക്കെയുള്ള സംഭവം ചെയ്യുന്നത് ഭയങ്കര ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള. ബീയിങ് എ സിംഗർ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ പാട്ട് ഒരു നല്ലൊരു മൂവിക്ക് വരിക, നമ്മുടെ വോയിസ് വരിക, അതും ലാലേട്ടന്റെ ഒരു മൂവിയിൽ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സോ അതെങ്ങനെ നോക്കി കാണുന്ന ആ മൊമെന്റ് ഞാൻ ആക്ച്വലി ഇപ്പോഴും മറ്റേ പ്രോസസ് ചെയ്യുന്നോണ്ടിരിക്കുന്നുള്ളൂ. സത്യം അതെനിക്ക് എങ്ങനെ അതിനെ പ്രോസസ് ചെയ്തെടുക്കണം, ഞാൻ അത് എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണം എന്നുള്ള സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണെല്ലാം നിറഞ്ഞ് ഭയങ്കര സംഭവം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇങ്ങനെ ഒരു സംഭവം എന്നെ ആൾക്കാർ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ള സംഭവം. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന് ലാസ്റ്റ് അതിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് പരിപാടി നടന്നിട്ടുണ്ട്. ഹോപ്പ് ഇത് ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള സംഭവം. ആനന്ദിന്റെ എൻട്രി എങ്ങനെയാണ് എംപുരാനിലേക്ക്? എംപുരാനിലേക്കുള്ള എൻട്രി ഒരു 2020 സമയം തോന്നുന്നുണ്ട്. കൊറോണക്ക് തൊട്ട് മുന്നേ എന്നെ ദീപക് സാർ ഒരു പ്രാവശ്യം വിളിച്ച്, ദീപക് സാർ ഡയറക്റ്റ് വിളിച്ചതല്ല, 13 AD ബേസ് ഗിറ്റാറിസ്റ്റ് പോളിച്ചേട്ടനുണ്ട്. ആൾ എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ദീപകന്റെ ഇതേപോലെ റെഫർ ചെയ്തു. ഇതേപോലത്തെ ഒരു സിംഗർ ഉണ്ട്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം പുള്ളിക്കാരന് ഒരു സിംഗറിന് ആവശ്യമുണ്ടായി. ആളുടെ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മൂവിയുടെ ഓഡിയോ ലോഞ്ച് നടക്കുന്ന സമയം. അപ്പൊ ആളുടെ ബാൻഡ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സിംഗറിന് ആവശ്യമുണ്ട്. പെർഫോം ചെയ്യാനല്ല, പ്രാക്ടീസ് ചെയ്യാൻ സിംഗറിന് ആവശ്യമുണ്ട്. അപ്പൊ ലൈക്ക് ഇങ്ങനത്തെ ഒരാളുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഞാൻ അന്ന് MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യൂസാറ്റിൽ വെച്ചിട്ട്. അപ്പൊ എനിക്ക് പോളിച്ചേട്ടൻ വിളിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞ് വേഗം വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. ക്ലാസ്സിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി നേരെ ദീപകേട്ടൻ ചെന്ന് സ്കൂട്ടായിട്ട് അവിടെ ചെന്ന് പുള്ളിൻ്റെ അടുത്ത് ഈ എംപുരാനെയും കടവുളപ്പോലെ എന്ന് പറഞ്ഞ 2 പാട്ട് ലൂസിഫറിലെ ആ 2 സോങ്സ് തന്നിട്ട് എൻ്റെ അടുത്ത് പഠിച്ചിട്ട് വരണം, എന്നിട്ട് പാടണമെന്ന് പറഞ്ഞു. ഇൻ 2 weeks അതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ചെന്ന് എംപുരാനെ പാടി. ആളെനിങ്ങനെ തിരിഞ്ഞു നോക്കി. അതാണ് അന്നുണ്ടായിരുന്ന സംഭവം.
നെക്സ്റ്റ് തിങ് പുള്ളി പറഞ്ഞ് ഷോയിന് വരാൻ പറഞ്ഞതിന്റെ അടുത്ത് അത് പെർഫോം ചെയ്താൽ മതി സോങ്. അങ്ങനെയാണ് ദീപക്കേടെ അടുത്തുള്ള എൻട്രി. പിന്നെ അവിടെ തൊട്ടിട്ട് പ്രാക്ടീസ് സോങ്ങിന്നാണ് നമ്മൾ പൊക്കിയത്. അതെ, പ്രാക്ടീസ്. അതെനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു കേട്ടോ, പ്രാക്ടീസ് ചെയ്യാനാണ് വിളിച്ചതെന്നുള്ളത്. എൻ്റെ വിചാരം ഞാൻ ബാൻഡിലിട്ടെന്ന് പറഞ്ഞാണ് ചെല്ലുന്നത്. പക്ഷെ ഞങ്ങൾ ഷാർജയിലെ ഒരു ഷോയിന് ദീപക്കേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്. ലൈക്ക് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യം വിളിച്ചിരുന്നത്. ബിക്കോസ് എനിക്ക് ക്ലിക്ക് ആയതുകൊണ്ട് ആളെന്നെ പിന്നെ കൂടെ കൂട്ടിയതാണ്. ഇപ്പോൾ ശരിക്കും ദീപക്കേട്ടൻ ഇസ് ലൈക്ക് മൈ എമ്പുരാൻ. ഓ മൈ ഗോഡ്, ട്രൂ ദാറ്റ്. ഞങ്ങൾ ഇത്രയും നമ്മൾ സംസാരിച്ചു. എനിക്ക് ഇപ്പൊ തന്നെ കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ആ ട്രെയിലറിൽ കേട്ട് കോരിത്തെരിച്ചൊരു ഭാഗമുണ്ട്. പ്ലീസ് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. വി ആർ ഹാവിംഗ് സോനു ഓൺ കീബോർഡ്സ്. ഷുവർ. സോ ഇത് ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ അല്ല. ലേറ്റസ്റ്റ് വേർഷൻ ഞാനിപ്പോ പാടാൻ ഐ എം നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്, ബട്ട് സ്റ്റിൽ അതെന്താ അതിന്റെ റൈറ്റ്സ് എല്ലാം ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ റിലീസ് ചെയ്യാതെ നമുക്ക് അത് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് മോർ ലൈക്ക് ദ സെയിം. ചെറിയ കുറച്ച് നോട്ട്സിന്റെ വേരിയേഷൻസ് മാത്രം മറ്റേ സോങ്ങിൽ വരുന്നുള്ളൂ. കുഴപ്പമില്ല. നെഞ്ചിൽ കത്തും കാവൽ നാളമേ, ഇയാളും കാറ്റിൻ കണ്ണിൽ വാഴും മായ മന്ത്രമേ, മാരിപ്പെയ്യെ കാണാക്കരയെ ആഴിത്തിര നീയേ, പകലിൻ വാനിൽ എരിയും നീറാ സൂര്യനെ, എതിരെ ആയിരം എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ എംപുരാനേ. എന്തായിരുന്നു സ്റ്റുഡിയോ മൊത്തം ഇങ്ങനെ കുലുങ്ങിയിട്ടാ? അയ്യോ, ഭയങ്കര കില്ലർ വോയിസ്. കില്ലർ ആണോ റഫ് ആണോ എന്താ പറയണ്ടേ? ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ വോയിസ്? I don't know, it's a powerful voice is what ദീപക്കേട്ടൻ പറയണത്. അങ്ങനെയാണ്, ലൈക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. സോ അത് കീപ് ഓൺ എക്സ്പ്ലോറിംഗ് ഇറ്റ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്ന പറയണത് കൊണ്ട്. പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? വെസ്റ്റേൺ റോക്ക് സിംഗിങ് പഠിച്ചിട്ടുണ്ട്. ആസ് ഇൻ കുറച്ച് കോച്ചിങ് കാര്യങ്ങൾ എങ്ങനെയാണ് അത് നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാന്നുള്ളൊരു സംഭവം മാത്രം. അല്ലാണ്ട് ക്ലാസിക്കൽ പരിപാടികൾ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇതിന്റെ റെക്കോർഡിംഗ് എന്ന് നടന്ന എംപുരാന്റെ 6 months ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇത്ര നാള് മിണ്ടാതെ എങ്ങനെ ഇരുന്നു? അതെനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആക്ച്വലി ഏറ്റവും വലിയ പ്രശ്നം അമ്മയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അമ്മ ന്യൂസ് പേപ്പറാണ്. ഞാൻ അമ്മയടുത്ത് ഞാനൊരു 3 months ഞാൻ അമ്മയടുത്ത് പറഞ്ഞില്ല. അച്ഛനടുത്തും അനിയനടുത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പുറത്ത് മിണ്ടരുത്. പക്ഷെ അവര് ലൈക്ക് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അമ്മനെ കൊണ്ട് നടക്കാത്ത കേസാണ്. ഞാൻ പറഞ്ഞ അമ്മ ഒരു സംഭവം പറയാനുണ്ട് എനിക്ക്, പക്ഷെ ഇത് ഒരു കാരണം വെച്ചാൽ ആരും അറിയരുത് എന്നുള്ള സംഭവത്തിലാണ് ലാസ്റ്റ് പുള്ളിക്കാരത്തെ തോന്നി. ഇപ്പോ ഈ ട്രെയിലർ റിലീസ് ആകണവരെ പുള്ളിക്കാരത്തി കാത്തിരിക്കണേ. കുറെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പുള്ളിക്കാരത്തി കീപ്പ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ റിലീസ് അടുത്ത ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഹോൾ ഫാമിലി വുഡ് ബി ഡെഫിനറ്റ്ലി. എല്ലാരും അവരാണ് എന്താ നമ്മളെ ഞാൻ ഇങ്ങനെയൊക്കെ ആകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചേക്കുന്ന അവരാണ്. സോ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോ മകനൊരു ബിഗ് ബ്രേക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമയം. സൂപ്പർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ട് ആഫ്റ്റർ എംപുരാൻ ഈ ട്രെയിലർ റിലീസ്? റിയാക്ഷൻസ് ആസ് ഇൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബാൻഡ് മേറ്റ്സിന്റെ സംഭവമാണ്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു അടുത്തോടെ സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഇവരും മറ്റേ എന്നെ വിളിച്ച് കണ്ണു പറയണ്ട അതാണ് നല്ല അടിപൊളി ബാൻഡ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് വില്ലിംഗ്ടൺ ഐലൻഡ്. യെസ് വി ആർ ദ വില്ലിംഗ്ടൺ ഐലൻഡ്. യെസ്, ഓക്കേ, കണ്ടിന്യൂ. സോ അവരെ വിളിച്ചു പറഞ്ഞ് എല്ലാവരും കണ്ണു പറയണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായി. അടുത്ത ദിവസം രാവിലെ തന്നെ മീറ്റ് ചെയ്തു. ലൈക്ക് ഞങ്ങൾക്ക് ഷോ ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് എല്ലാവരും കെട്ടിപ്പിടുത്ത് 9:30 പരിപാടിയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ പരിപാടി. ആൻഡ് അന്നത്തെ ഷോയിലും ചുമ്മാ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു അനൗൺസ് ചെയ്ത് ഇതേപോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആൻഡ് മെജോറിറ്റി എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. ആൻഡ് അന്നാണ് ഈ ലൂസിഫർ നോർത്ത് ഇന്ത്യയിൽ ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു സംഭവം നമ്മൾ അറിയുന്നത്. അവര് എല്ലാരും വാസ് ലൈക്ക് എംപുരാൻ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയ ലൂസിഫർ സെക്കൻഡ് പാർട്ട് ആണ് ആ സംഭവത്തിൽ വന്നു. ആ സീനിൽ വരുന്നു. പിന്നെ ഞാൻ അത് പാടി പറഞ്ഞപ്പോ തന്നെ പിന്നെ അവിടെ വേറെ സീനായി. ലൈക്ക് എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹൗ എക്സൈറ്റഡ് ആർ യു ഫോർ ദ മൂവി? വെരി മച്ച് എക്സൈറ്റഡ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പോലെ ഇപ്പൊ ഞാൻ എനിക്ക് ട്രെയിലറിൽ പോലും എന്റെ വോയിസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും ലൈക്ക് കുറച്ച് കാര്യങ്ങളല്ലാണ്ട് ഐ ഹാവ് സീറോ ഐഡിയ അബൌട്ട് ദ മൂവി. ബട്ട് ഐ നോ ഇറ്റ്സ് ഗോണ ബി എ ബാങ്ങർ. അത് ഉറപ്പാണ്. കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കിളിയും കിളിക്കൂടൊക്കെ പോയി. ഇനി സിനിമ കാണാൻ
ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓ, ഞങ്ങളിപ്പോ ഇത്രയും കേട്ടു. ഇതിന്റെ ബാക്കിയുണ്ടോ ഒരു ഭാഗം? ഇതിന് ആക്ച്വലി മൂവിയിൽ വരാൻ പോകുന്നത് ഇതിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. ഇതിപ്പോ ആക്ച്വലി ഇത് കുറച്ചും കൂടി ഒരു പെപ്പി ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ വരുന്നത്. മൂവിയിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര എപ്പിക് ആയിട്ടുള്ള ഒരു സൗണ്ടിങ്ങിലാണ് ആ സംഭവം മൊത്തം എടുത്തു വെച്ചിരിക്കുന്നത്. ദീപകേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ട് ദീപകേട്ടൻ ഫുള്ളി ഇതിന്റെ പ്രോസസ്സിംഗിലായിരുന്നു. എന്ത് ടോൺസ് യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള സംഭവങ്ങൾ. സോ 2 വർഷമായിട്ട് ആള് മൂവീസ് എല്ലാം വളരെ കുറച്ചെടുത്തു. ആകെ തലവൻ മാത്രമാണ് അതിന്റെ ഇടയിൽ ഫുള്ളി. Yes, he was behind it. Like his brain was working on it for the past 2 years. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ആളിതിലേക്ക് ഇതിന്റെ സൗണ്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്ര റിഫൈൻഡ് ആയിട്ടാണ് വന്നത്. ആൻഡ് ഇവിടെ പറഞ്ഞത് ലൈക്ക് ഐ ഹാഡ് എ തിങ് ഇൻ മൈ ഹെഡ്, ലൈക്ക് നിന്നെ കൊണ്ട് ഒരു പാട്ടത്തിൽ പാടിപ്പിക്കുന്നത് വാസ് ഓൾവേസ് ദേർ. കാരണം അത് ആളെന്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ലൈക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ സൗണ്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ നിനക്ക് ഒരു ദിവസം ഒരു സാധനം തരും, അതിന് നീ എപ്പോഴാണെന്ന് വെച്ചാൽ റെഡി ആയിട്ടിരുന്നോളൂ, എപ്പോഴെങ്കിലും ഒരു കോള് വരുന്നുള്ളതിന്റെ അടുത്ത് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായി. ഇതിന്റെ റെക്കോർഡിംഗ് ടൈം എങ്ങനെയായിരുന്നു? ഇതിന്റെ റെക്കോർഡിംഗ് സ്റ്റോറീസ് എങ്ങനെയാണ്? എംപുരാന്റെ റെക്കോർഡിംഗ് സ്റ്റോറീസ് ദീപകേട്ടൻ എല്ലാ പാട്ടും കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൾ എന്നെ വിളിച്ചിട്ടാണ് ട്രാക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് ഇപ്പോൾ മൂവിയില് 5 songs ഉണ്ട്, 5 ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു ട്രാക്കായിട്ട്. അതിനുശേഷമാണ് അത് ലിറിക്സ് എഴുതലും കാര്യങ്ങളൊക്കെ പോകുന്നത്. ശരിക്കും നമ്മുടെ ദീപക് ദേവിന്റെ കഥ അറിയാമോ? ഇതിന്റെ മൂവിയുടെ കഥയാണോ? ഉറപ്പായിട്ടും വല്ലതും കിട്ടിയായിരുന്നു ലീക്ക് ചെയ്ത്? ഇല്ലില്ല, എനിക്ക് ഫുൾ ലീക്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൈക്ക് ഇതാണ് പാട്ടിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ മൂഡ് തരാൻ വേണ്ടിട്ട് ഹീൽ ജസ്റ്റ് ഷോ മീ എന്താണ് എടുത്തു വെച്ചേക്കുന്നുള്ള സംഭവം. എന്താ കണ്ടത്? ഭയങ്കര അടിപൊളി ഒരു സാധനമാണ് കണ്ടത്. നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ആണ്, എന്താണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതിന് മുമ്പ് എന്താ കാണാൻ പോണേന്ന് അറിയുന്നതിന്. എന്തായാലും കാണാൻ പോകുന്ന സംഭവം ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാൻ പേഴ്സണലി എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ആൻഡ് ലാലേട്ടനെ നമ്മൾ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, ഒരു മാസമായിട്ടുള്ള ഒരു സാധനം. അത് ലാൽ സാറിന്റെ പ്രസൻസ് സ്ക്രീനിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എ ജീനിയസ് പൃഥ്വിരാജ്, കാരണം അത്രയും ഹെവി ആയിട്ടാണ് സംഭവം എടുത്ത് വെച്ചേക്കുന്നത്. റെക്കോർഡിംഗ് ടൈമിൽ എത്ര തവണ റീ റെക്കോർഡിംഗിന് പോയി? ഞാൻ പറഞ്ഞില്ലേ, ഈ 6 months പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഈ 6 monthsiനിടയിൽ ഈ സാധനം ഇങ്ങനെ മാറിയും പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. സോ ഞാൻ ഇടക്കിടക്ക് ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു. ഡിഫറെന്റ് വേർഷൻസ് ഒക്കെ എടുത്തോണ്ടിരുന്നോ? ഡിഫറെന്റ് വേർഷൻസ് ഉണ്ടായിരുന്നു. ഓരോന്നിനും ഇത് കൊടുക്കും. ലൈക്ക് പൃഥ്വിരാജ് പെർഫെക്ഷനിസ്റ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷൂട്ട് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് കട്ട്സ് അയച്ചു കൊടുക്കും. ഇതാണ് ഇന്ന സീൻ, അപ്പൊ ഇതിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കും. ആൻഡ് ദെൻ ദീപകേട്ടൻ ആണ് ബാക്കി കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എന്തെങ്കിലും ടിപ്സ് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ ഇതിന്റെ സംഭവത്തിൽ? റെക്കോർഡിംഗ് സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു വെച്ചാല് ഐ കോൾഡ് യു ഫോർ എ തിങ്, നിനക്കറിയാം എന്തിനാണ് ഞാൻ വിളിച്ചേക്കുന്നത്. എനിക്ക് ആ റോനസ് കിട്ടണം, എനിക്ക് ആ പവർ കിട്ടണം, അഗ്രഷൻ ഉണ്ടാകണം, ആ ദേഷ്യം ഉണ്ടാകണം, ആ ഒരു ക്രൈ ഉണ്ടാകണം, ആ സംഭവങ്ങളെല്ലാം വേണം. Now you go do your thing. അത്രയും പറഞ്ഞുള്ളൂ. സാധാരണ നമ്മൾ സിംഗേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ വോയിസ് സ്വീറ്റ് ആക്കി വെക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. വോയിസ് റഫ് ആക്കി വെക്കാൻ എന്തൊക്കെ ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. എന്റെ തൊണ്ട ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് സ്വീറ്റ് ആയിട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് സാധാരണ എല്ലാവരും പാടുന്ന പോലെ പാടുമ്പോഴത്തേക്കും ഇറ്റ് ഡസൻ സൗണ്ട് ഗുഡ്. അത് എനിക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഇവന്മാർക്ക് എൻ്റെ അടുത്ത് പറയണം, മോനെ നീ അത് പാടണ്ട, നീ നിന്റെ സാധനങ്ങൾ പാടിയാൽ മതി എന്നുള്ളത്. സോ ഞാൻ അതങ്ങനെ ട്രൈ ചെയ്യാറില്ല. എന്റെ കംഫോർട്ട് സോൺ ഇതാണ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാവരും പറയാം അലറി വിളിച്ച് പാടാണെന്നൊക്കെ പറയും. പക്ഷെ അതാണ് എന്റെ ഒരു കംഫോർട്ടായുള്ള സംഭവം. ഇറ്റ്സ് നോട്ട് കോൾഡ് അലറി വിളിക്കല്, ഇതൊരു ഗ്രഞ്ച് അല്ലെങ്കിൽ ഒരു ഗ്രൗളിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം. ലാസ്റ്റ് ഇയർ കൊച്ചിയിൽ നടന്നൊരു കോൺസേർട്ടില് ദീപക് ദേവ് പാടിപ്പിച്ചായിരുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അത് ആക്ച്വലി ലൂസിഫറിന്റെ ഒരു ചെറിയൊരു ടീസർ തന്നെയാണ്. അത് ആക്ച്വലി എനിക്ക് അന്ന് അങ്ങനെ തോന്നിയില്ല. അന്ന് ഞാൻ കടവളെ പോലെ എമ്പുരാനെ ഞാൻ പാടിയിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഈ ഒരു സംഭവം എന്റെ മൈൻഡിൽ ഉണ്ടായില്ല. പക്ഷെ ആള് എന്തോ ഈ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുമ്പോഴത്തേക്ക് അത് ഇലുമിനാറ്റി ആണോ, ഇനി ദീപക്കേട്ടനും ഇലുമിനാറ്റി ആയോ എന്നുള്ളൊരു സംഭവം. അത് പിന്നീട് ഈ കമന്റ്സും ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കാണ് ലൈക്ക് ഇങ്ങനത്തെ ഒരു ട്രെയിലർ നിങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, സോ ഇതായിരുന്നല്ലേ എന്റെ ബാക്ക് സ്റ്റോറി എന്നുള്ളൊരു സംഭവം വരുമ്പോഴത്തേക്കാണ് നമ്മളും അങ്ങനെ കണക്ട് ചെയ്യുന്നത്. സോ നമ്മളും ഇൻ കൈൻഡ് ഓഫ് പറഞ്ഞാല് ഇലുമിനാറ്റി ആയിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ ഞാനും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, വന്ന് ഏറ്റവും രസമുള്ള ഒരു കമന്റ് ചെയ്തായിരിക്കും. ഏറ്റവും രസമുള്ള കമന്റ് ലൈക്ക് ഒരു കമന്റ് കേട്ടെന്ന് വെച്ചാല്, ചില പാട്ടുകൾ ചില ആൾക്കാർ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആര് പാടിക്കേട്ടാലും അത് നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ആൻഡ് ബ്രോ യു ഡൺ സംതിങ് ലൈക്ക് ദാറ്റ്. ഈ പാട്ടിന് ഞങ്ങൾ ആര് പാടിക്കേട്ട് കഴിഞ്ഞാലും എനിക്ക് തോന്നാനുള്ള ഞങ്ങൾക്ക് ഇത് ദഹിക്കുന്നുള്ള സംഭവം വാസ് എ കമന്റ്. ആൻഡ് അത് ഇറ്റ്സ് ഓൾവേസ് ദേർ ഇൻ മൈ ഹെഡ്. എനിക്ക് ഭയങ്കര ഹാപ്പി ഒരു സാധനമാണ്. വേറൊരു കമന്റ് ഞാൻ കണ്ടതാണ്, ഉഷ ഉതുപ്പിന് ശേഷം ഒരു മെയിൽ ടോൺ ആഗ്രഹിച്ചിരുന്നു. യെസ് ഞാൻ കണ്ടിരുന്നു. ഇത് ലൈക്ക് വാട്ട് ഡിഡ് യു ഫെൽറ്റ് ആഫ്റ്റർ സീയിങ് ദിസ്?
ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഉഷാ ഉദുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ കണ്ടേക്കുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വോയിസ് ആണ് ഇൻ ഫീമെയിൽസ് ലൈക്ക് മെയിൽ സിംഗേഴ്സിന് എടുത്ത് നോക്കിയാലും അത്രയും പവർ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന മെയിൽ സിംഗേഴ്സും വളരെ കുറവായിരിക്കും. കാരണം ഷീ ഈസ് മെയ്ഡ് ഡിഫറെന്റ്. ഭയങ്കര അടിപൊളിയാണ് ആള്. റോക്കും പോപ്പും കാര്യങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന ആളാണ്. സോ അതേപോലത്തെ ആളായിട്ടൊരു കമ്പാരിസൺ ഒക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സംഭവമാണ്. ഇനിയിപ്പോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ബാൻഡ്. വില്ലിംഗ്ടൺ ഐലൻഡ് എന്നാണ് ബാൻഡിന്റെ പേര്. എന്ത് കൈൻഡ് ഓഫ് സോങ്സ് ആണ്? മെയിൻലി നമ്മൾ പോപ്പ് ആൻഡ് റോക്ക് ഒക്കെയാണ്. നമ്മൾ ആക്ച്വലി റോക്ക് ബേസ്ഡ് ആണ് ബാൻഡ്. പക്ഷെ കുറച്ച് ഓൾട്ടർനേറ്റീവ് റോക്ക്, അതായത് കുറച്ച് ന്യൂ രീതിയിലാണ് നമ്മുടെ സംഭവങ്ങൾ വരുന്നത്. അതിൽ നമ്മൾ ആ കൂടി ഒരേ ഒരു സോങ്ങേ ഈ ഒരു ടെക്സ്ചറിൽ പാടിയിട്ടുള്ളൂ നമ്മുടെ ആൽബത്തിൽ. ബാക്കിയെല്ലാം കുറച്ച് ക്ലീൻ ടോൺസിലുള്ള റോക്ക് സോങ്സ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൽബം ഇപ്പോൾ ഒരു നെക്സ്റ്റ് മന്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആൽബം ഫിനിഷ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യും. ഓൾറെഡി ഒരു 5 സോങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ മാക്കാൻ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്. മാക്കാൻ എന്ന് പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്. അത് ഇതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ദീപക്കേട്ടന്, രാജു സാറിനെ കൺവിൻസ് ചെയ്യാനായിട്ട്. കേൾക്കാൻ പറ്റും ഞങ്ങൾക്ക് മാക്കാൻ? മാക്കാൻ യൂട്യൂബിലുണ്ട് ആക്ച്വലി. അങ്ങനെ കേൾക്കാനാണ്. ജസ്റ്റ് കോറസ് പോർഷൻ. കാടാറും താണ്ടിടാം വാനം മീതെ പാറിടാം കടലേഴും നീന്തിടാം ഭൂതത്താനായി മാറിടാം. ഇതാണ് മാക്കാൻ. ഇത് മാക്കാന്റെ കോറസ് പോർഷൻ ആണ്. അതൊരു 4 minutes ലോങ് സോങ് ആണ്. ബാക്കി മാക്കാൻ യൂട്യൂബിലുണ്ട്. വേറെ ഏതൊക്കെ സിനിമകൾക്ക് തീം സോങ് പാടിയിട്ടുണ്ട്? ഇപ്പോ തൊട്ട് മുന്നേ ചെയ്തത് തലവനാണ്. അതും കുറച്ച് റെക്കഗ്നേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനും. പക്ഷെ ഇത്ര ഹൈപ്പ് വന്നിട്ടില്ല. പക്ഷേ അത് നല്ലൊരു സംഭവമായിട്ട് വന്നു. പിന്നെ തങ്കലാൻ, അമരൻ എല്ലാത്തിന്റെ അതർ ലാംഗ്വേജസ് പാടിയിട്ടുണ്ട്. കുറുപ്പിൽ പാടിയിട്ടില്ലേ? കുറുപ്പിലും പാടിയിട്ടുണ്ട്. കുറുപ്പിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഏറ്റവും ആദ്യം വിളിച്ചൊരു ഇന്റർവ്യൂ എടുത്തത് അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അന്ന് എനിക്ക് ഇതേപോലെ തന്നെ സൂപ്പർ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഒരു സംഭവം ഇറങ്ങി ആദ്യമായിട്ട് ഒരാൾ വിളിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ നമുക്ക് ഏതാ കേൾക്കാൻ പോകും നമ്മൾ തീം സോങ്? തലവൻ ചെയ്യാം. ക്ലോസ് ടു ഹാർട്ട് അഗൈൻ. രാവിൻ നിറം കാത്തവൻ വാവിൻ കനം കൊണ്ടവൻ ചിതറും ചുരം ചുറ്റിയോൻ വാഴും തിടമ്പേറ്റിയോൻ മായാ തേരിലേതോ നിഴലായി മറഞ്ഞെത്തി നീ തീയാടും പെരും തെയ്യാട്ടമാടിയോൻ മുന്നിലായി രാവണന്റെ കാലനായി തീച്ചുരുളിയിൽ രാപ്പകുതിയിൽ കൂരിരുട്ടു ചില്ലുടച്ച് വന്ന് തലവനായി രാച്ചിലമ്പുകൾ പാഴ്ത്തെരിവുകൾ തച്ചുടച്ച് നെഞ്ചുയർത്തി നിന്നു തലവനായി രാച്ചിലമ്പിലെ താനരിനെ താനി നാരി 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 നിന്നു തലവനായി നീ തലവനായി നേർക്കുനേരെ പോരടിച്ചു നിന്നു തലവനായി. എങ്ങനെ ഇങ്ങനെയൊക്കെ പാടുന്നു? സ്ട്രെയിൻ ആണോ ഇതിങ്ങനെ? ഇല്ല, ഇത് ആക്ച്വലി എനിക്ക് സ്ട്രെയിൻ ഇല്ല. മറ്റേതുപോലെ പാടുമ്പോഴത്തേക്കും എനിക്ക് സ്ട്രെയിൻ വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് കംഫർട്ടബിൾ ആയിട്ട് പാടുന്നത് ഞാൻ ഈ ഒരു സെഗ്മെന്റ് ആണ്. മേ ബി തൊണ്ട അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോ എമ്പുരാനില് അതർ BGMs ഉണ്ടോ? യെസ്, എംപുരാനിൽ ആക്ച്വലി ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് ആക്ച്വലി പറയണമെന്നുണ്ട്, പക്ഷെ പറയാനുള്ളൊരു പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. ലൈക്ക് മ്യൂസിക്കലി നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പോലത്തെ സംഭവങ്ങളെ അല്ല. ഇത് കുറേം കൂടി ഒരു ഇന്റർനാഷണൽ സൗണ്ടിങ് ആണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ദീപക് സാർ. ഞാൻ പറഞ്ഞില്ല, 2 വർഷമായിട്ട് അപ്പൊ പുള്ളിക്ക് അറിയാം ഇത് എങ്ങനെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം എന്നുള്ള സംഭവം. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ സാധനവും നമ്മൾ കാണാറുണ്ട്. ലൈക്ക് മോഡേൺ എലമെന്റ്സ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഭയങ്കര മോഡേണൈസ്ഡ് അല്ല. എന്നാൽ മറ്റേ ഭയങ്കര പഴയ ഒരു ഓർക്കസ്ട്രൽ പരിപാടി അത് മാത്രവുമല്ല. ഇത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ദീപക് ദേവ് ഇസ് ദീപക് ദേവ് ഫോർ എ റീസൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. കാരണം മലയാള സിനിമയുടെ സൗണ്ടിങ്ങേ മാറ്റിയത് ആളാണ്. സോ ഡെഫിനറ്റ്ലി അതിന്റെ കുറെ എസൻസ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഐ ആം വെരി എക്സൈറ്റഡ് ടു സീ. വി ഓൾ ആർ. സോ ലെറ്റ്സ് ഹോപ്പ് ലൈക്ക് നമുക്ക് സിനിമ തിയേറ്ററിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. ആനന്ദിന്റെ കഥ പറയുകയാണെങ്കിൽ പണ്ട് സിനിമയിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എങ്ങനെയായിരുന്നു? സിനിമയിലേക്കല്ല, മ്യൂസിക്കിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള സംഭവം.
അതായത് ഞാൻ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി കേട്ടിരുന്നോ? ഞാൻ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് ആണെന്നുണ്ട്, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മമ്മയൊക്കെ എപ്പോഴും വന്ന് പറഞ്ഞാൽ നീ കിടന്ന് അലറല്ലേ എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും വന്ന് പറയും. സോ ഞാൻ ബാത്റൂമിൽ കയറിയിട്ട് ഞാൻ പാടുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ ബോൺ ജോവി സോങ്സ് അങ്ങനെ. അപ്പോൾ അതെല്ലാം റോക്കാണ്. അപ്പോൾ എനിക്ക് അന്ന് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അലറി തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. സോ ഇതേപോലത്തെ ഒരു ദിവസം ഞാൻ ബാത്റൂമിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നൈബർ ഉണ്ടായി, സമത് സുലൈമാൻ. അത് നാദിർഷയുടെ അനിയനാണ്. ആളൊരു സിംഗറാണ്. സോ ഈ വാസ് ലൈക്ക് അമ്മേനെ വിളിച്ചിട്ട് ചേച്ചി അമ്മ പുറത്തോട്ട് എന്ത് പറ്റി സമതേ, ആരാണ് ചേച്ചി ബാത്റൂമിൽ കിടന്ന് അലറണത്? അപ്പൊ അതെന്റെ മോനാണ്, മിണ്ടാണ്ടിരിക്കാൻ പറയണോ? ഇല്ലില്ല അവൻ കൊള്ളാട്ടോ, അവൻ നന്നായിട്ട് ചെയ്യണുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പൊ അമ്മ ഇസ് ലൈക്ക് ഭയങ്കര അടിപൊളിയാണ്. അഭിമാനം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അമ്മ ഒരു ചെറിയൊരു പരിപാടി എടുത്ത് കഴിഞ്ഞാൽ അമ്മ അതിന്റെ ഇടയിൽ കൂടി വലിയ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് പറയും. സോ അമ്മക്ക് ഇത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവനെ കൊണ്ടുപോയിക്കോ, വേണമെങ്കിൽ വല്ല പരിപാടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ആ ചേച്ചി നമുക്ക് നോക്കാം. പുള്ളി ഭയങ്കര നല്ല മനുഷ്യനായിരിക്കും. ലൈക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യണം, ആള് വളരുന്നൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. ആൻഡ് ദെൻ ഇൻ 2 days പുള്ളി എന്നെ വിളിച്ചിട്ട് ഞാൻ നാദർഷിക്കാട് ഒരു പരിപാടി ഉണ്ട്, നീ വന്നം, എന്നിട്ട് മറ്റേ അന്ന് റോക്ക് സ്റ്റാർ മൂവി അപ്പൊ സദ്ദാഹക്ക് എന്ന് പറഞ്ഞ സോങ് നീ അത് പാടണം എന്ന് പറഞ്ഞ് എന്നെ ആളവിടെ കൊണ്ടുപോയി. ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് നാദർഷിക്കയുടെ ഷോയിലാണ്. നാദർഷിക്കാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേജിലേക്ക്. സോ ഫ്രം ദ ബാത്റൂം സിംഗറാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത്. റിയലി എൻജോയ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഭയങ്കര രസമുണ്ട് ആൻഡ് റിയലി ഗുഡ് വോയിസ്. ഐ മീൻ ഭയങ്കര ഒരു ഗ്രേവൽ ടെക്സ്ചർ ഉള്ള ഒരു വോയിസ് ആണ്, റഫാണ്, പക്ഷെ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us. താങ്ക് യു.